ക്ലീവ് ബെക്സ്റ്റർ എന്ന് പറയുന്ന ഇവിടെ സോമൻകല കേസ് നിലവിലിരുന്നപ്പോൾ ക്ലീവ് ബെക്സ്റ്റർ കണ്ടുപിടിച്ചിരുന്ന ഒരു പോളിഗ്രാഫ്, പേരുകൾ എഴുതി വയ്ക്കാം, പുസ്തകമുണ്ട്. പിന്നീട് അവിടെ ഇവിടെയൊക്കെ ചെന്നിരുന്ന സ്വാമി അങ്ങനെയൊന്നുമില്ല, എൻ്റെ കയ്യിലുണ്ടുള്ളതൊക്കെ എന്ന് പറഞ്ഞു കളയാതെ അങ്ങനെ ആണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ വരാം. അപ്പൊ തെറ്റിദ്ധാരണ നീങ്ങും. ക്ലീവ് ബെക്സ്റ്റർ എഴുതിയ പോളിഗ്രാഫ് എന്ന് പറയുന്ന അദ്ദേഹം കണ്ടുപിടിച്ച ഒരു മെഷീൻ. ഈ പോളിഗ്രാഫില് നമ്മുടെ ഹാർട്ടിന്റെയൊക്കെ മെഷർമെന്റ് എടുക്കുന്നത് പോലെ, പ്രത്യേകം തരംഗം എടുക്കുന്നത് പോലെ, ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ, എന്തെങ്കിലും വന്നിട്ടുണ്ടോ, കുഴപ്പമാണോ എന്ന് ഇങ്ങനെ രേഖകൾ കാണുമല്ലോ, അതേപോലെയുള്ള ടേപ്പ് അതിലുണ്ട്. ആ ടേപ്പ് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഗാർഡനിൽ ഉണ്ടായിരുന്ന ഫിലോഡെൻഡ്രം ഇവിടെ ഉണ്ട്. നമ്മുടെ പലയിടത്തും ചെടികളിൽ കാണാം. ഈ അതായത് ചേമ്പല പോലെ ഇരിക്കും. ചേമ്പല പോലെ ഇരുന്നിട്ട് പുച്ഛം കൊണ്ടിങ്ങനെ പുച്ഛം കയറ് കൊണ്ട് ചുറ്റി, പുച്ഛനും തല്ലി ഇവിടെ പറയാറ്, കയറ്, ചെറിയ കയറ് കെട്ടുന്ന ചൂടി ഈ ചൂടി കൊണ്ട് ചുറ്റിയിട്ട്, അവിടെയൊക്കെ പറയണ ഇതാ, അതുകൊണ്ട് ചൂടി കൊണ്ട് ചുറ്റിയിട്ട് അതിന്റെ വേരുകൾ ഇങ്ങനെ പിടിച്ച് മുകളിലോട്ട് വളരും. അത് നീല നിറമുള്ളതുകൊണ്ട് പച്ച നിറമുണ്ട്, ചേമ്പല പോലെ ഇങ്ങനെ ഇരിക്കും. അതിൽ അറ്റത്തൊരു ബഡ് കാണും. ഇതിന്റെ പേര് ഫിലോഡെൻഡ്രം. ഈ ഫിലോഡെൻഡ്രം നമ്മുടെ ജീവിതവുമായിട്ട് വളരെ അടുത്ത് പെരുമാറുന്നതാണ്. അതിനെ കണ്ടുപിടിച്ചിട്ട് ഇദ്ദേഹം ഈ ടേപ്പ് കൊണ്ടുചെന്ന് ഫിലോഡെൻഡ്രം എന്ന് പറയുന്ന ഈ ചെടിയിൽ ഘടിപ്പിച്ചിട്ട് യന്ത്രം ഓൺ ചെയ്തു വെച്ചിട്ട് കൂട്ടുകാരൻ്റെ കൂടെ പറഞ്ഞു, നീ ചെന്ന് ഇതിന്റെ ഒരു ഇല പറിച്ചുകൊണ്ട് വരൂ, ഈ കാണുന്ന ടേപ്പിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നോക്കട്ടെ. ഒരു മാറ്റവും കണ്ടില്ല. ഇല പറിച്ചപ്പോ ആ ബഡ് ഒന്ന് ഒടിച്ചെടുക്കാൻ പറഞ്ഞു, ഒരു മാറ്റവും കണ്ടില്ല. അത് കഴിഞ്ഞ് പറഞ്ഞു, ശകലം തീ കൊണ്ടുവന്നേ, നമുക്കിതിന്റെ ചുവട്ടിലിട്ടൊന്ന് ചുട്ടു നോക്കാം. പറഞ്ഞ നിമിഷത്തിൽ ആ ടേപ്പിൽ അബ്നോർമൽ ECG. ഒരു തരത്തിലും അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാളുടെ ഹാർട്ടിന്റെ ആണോ എന്ന് സംശയം വന്നു. ആവർത്തിച്ച് പരീക്ഷണം നടത്തി നോക്കിയപ്പോ മനസ്സിലായി, ഇതാ ചെടിയെ യാതൊരു പ്രയോജനവുമില്ലാതെ ഹിംസിക്കാൻ തീ കൊണ്ടുവന്നിടാൻ പറഞ്ഞതിന്റെ വിപരീത ഭാവമാണ്, വിരോധമാണ്. കൊണ്ടെടുക്കുന്നതോ അതേപോലെ ഇല പറിച്ചെടുക്കുന്നതോ പ്രയോജനത്തിനാണെങ്കിൽ യാതൊരു വിരോധവുമില്ല എന്ന് ക്ലീവ് ബെക്സ്റ്റർ എഴുതിയ പുസ്തകത്തിൽ തെളിയിച്ചിട്ടുണ്ട്. വസുധൈവ കുടുംബകം, ലോകമൊരു കുടുംബം എന്ന് പറഞ്ഞാൽ അതിലിതുണ്ട് എന്ന് മനസ്സിലാകാത്ത നമുക്ക് ഒരു പക്ഷേ ഉണ്ടാകുന്ന അനുഭവം സായിപ്പ് പറഞ്ഞേ മനസ്സിലാകുന്നുള്ളൂ എങ്കിൽ അതിനെപ്പറ്റി ഖേദിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ ആയിരം സന്ദർഭങ്ങളിലെ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുണ്ട്. ഇത് ചെടിക്കുണ്ടാകുന്ന മാറ്റം, ഓരോ ചെടിക്കും വരുന്ന മാറ്റങ്ങളെ പറ്റി അങ്ങനെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എന്റെ അനുഭവം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. നമ്മുടെ വീട്ടിന്റെ അടുത്ത് നിൽക്കുന്ന ചെടികളിൽ, മരങ്ങളിൽ നമ്മുടെ അപ്പൂപ്പൻ കാണും, അച്ഛൻ കാണും, മരിച്ചുപോയ പിള്ളേര് കാണും. ഇത് പറഞ്ഞാൽ ഞാൻ മണ്ടനാണെന്ന് തോന്നും. പക്ഷെ അറിയാവുന്നവരാരും മണ്ടനാണെന്ന് പറഞ്ഞിട്ടില്ല, കാരണം വേറെ പേരുകളൊക്കെ അവർ പറയുന്നത്. പക്ഷെ ഏതായിരുന്നാലും അങ്ങനെയല്ല. അങ്ങനെ ഒരു ജന്മത്തിന്റെ കാര്യമുണ്ട്. തോട്ട് വേവ്സ് അല്ലെങ്കിൽ ചിന്താ തരംഗം. നമ്മുടെ ശാസ്ത്രമനുസരിച്ച് ഒരരയാലിന്റെ വിത്തിൽ ജീവൻ ഒതുങ്ങിയിരിക്കുന്നത് പോലെ, ജീവനില്ലെങ്കിൽ അരയാലിന്റെ വിത്ത് പൊടിക്കാറില്ല. ആ പൊടിക്കുന്നത് ജീവന്റെ ശക്തി കൊണ്ടാണ്. പൊടിച്ചു വളരുന്ന വലിയ ശരീരത്തിന്റെ ആകെക്കൂടെയുള്ള അംശം ആ ചെറിയ വിത്തിനകത്തിരിക്കുന്ന വസ്തുതയാണ്, മാറ്ററാണ്. അത് ഏതായിരുന്നാലും ആ മാറ്റർ വളർന്നാണ് വലിയ അരയാലായി തീരുന്നത്. ഇങ്ങനെ ഒരു കൊച്ചു ചെറിയ വിത്തിനകത്ത് ഒരു വലിയ അരയാലിന്റെ തടിക്ക് ഉപയോഗപ്രദമായ സാധനം, അത് വളർന്നാനുള്ള ജീവന്റെ ശക്തി, അതിന് പ്രയോജനപ്പെടുന്ന സമയത്ത് പൊടിക്കാൻ കഴിയുന്ന അന്തരീക്ഷ സ്ഥിതി, ഇത് മൂന്നും യോജിച്ചിരിക്കുന്നു. ഈ യോജിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് ഉണ്ടാകുന്ന ശബ്ദതരംഗങ്ങൾ മുഴുവനും ചെടിക്കും പുല്ലിനും കാണുന്ന മരങ്ങൾക്കും ഇവിടെ ഇരിക്കുന്ന ഈ കിടക്കുന്ന ജന്തുക്കൾക്കും വരെ പ്രയോജനപ്പെടുന്നു. ഇവിടെ നടത്തിയ ഒരു വലിയ യാഗമുണ്ടല്ലോ, അതായത് കുണ്ടൂര് നടത്തിയ അതിരാത്രം, അതിൽ ഞാനും ഉണ്ടായിരുന്നു. ഫോട്ടോ എടുത്ത കൂട്ടത്തിൽ കാലത്ത് ഞാൻ കുറെയൊക്കെ കാണിച്ചതാണ്, നിങ്ങളൊക്കെ കണ്ടിരിക്കുമെന്ന് തോന്നുന്നു, ഇല്ലയോ? കുറെ കണ്ടതാണല്ലോ, കുറെ പേര് കണ്ട് കാണില്ല, ശരിയാ. തള്ളവരളിന്റെയൊക്കെ ഫോട്ടോ എടുത്തത് കാണിച്ചു. അതേപോലെ ഇവര് ഫോട്ടോ എടുത്ത് നോക്കിയപ്പോ പൊടിച്ചു വരുന്ന ഒരു ചെടിയുടെ അളവിനുള്ളിൽ വരുന്ന മാറ്റങ്ങളെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്.
ഇങ്ങനെ മന്ത്രശക്തികൾ കൊണ്ട് ശക്തി കൊണ്ട് ചെടിക്ക് വന്ന മാറ്റം, അതിനു മുമ്പുള്ള മാറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴുമുള്ള ഡോക്ടർ ജോസഫ്, അദ്ദേഹവും വേറെ പല സമുദായങ്ങളിൽപ്പെട്ട കുറെ ഡോക്ടേഴ്സ് പ്രൊഫസേഴ്സ് ആശ്രമത്തിൽ വന്നു. അന്നത്തെ വൈസ് ചാൻസലർ ആയിരുന്ന സുകുമാരൻ നായർ ഉൾപ്പെടെ പലതും ഇതിനെപ്പറ്റി സംസാരിച്ച് വസുധ ഏവ കുടുംബകം, ഈ ലോകം ഒരു കുടുംബമാണ് എന്ന് പറഞ്ഞ പഴഞ്ചൻ ന്യായം ശാസ്ത്രം കൊണ്ട് പരിശോധിക്കാൻ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ശാസ്ത്രം കൊണ്ട് പരിശോധിക്കാൻ തുടങ്ങിയപ്പോ ജോസഫ് പതുക്കെ പാക്കറ്റിൽ കൈയിട്ടിട്ട് ആ കർച്ചീഫ് എടുത്ത് കണ്ണ് തുടയ്ക്കുന്നത് കണ്ടു. അദ്ദേഹം അവിടെ നിന്ന് അല്പനേരം ഇഴിച്ച് മാറി നിന്നു. എന്നിട്ട് തിരികെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സ്വപ്പോ ഇമോഷണലായിട്ട് ഇറങ്ങിപ്പോയല്ലോ? സ്വാമിജി, ഞാനൊരു സത്യം പറയാം, ഞാൻ ക്രിസ്ത്യാനിയാണ്, പക്ഷെ മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ട് സ്വാമി പറഞ്ഞ വസുധൈവ കുടുംബകം ഞാനൊരു കൊച്ചു തൊട്ടാവാടി പുഴുത് ഒരു വലിയ ചട്ടിയിലാക്കി എന്റെ വീട്ടിന്റെ ടെറസിന് മുകളിൽ വച്ചു. ആള് ചെറുപ്പക്കാരനാണ്, ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, പോയി കാണാം, യൂണിവേഴ്സിറ്റിയിലുണ്ട്. കൊണ്ടുവച്ചിരുന്നിട്ട് ദിവസവും ഇദ്ദേഹം തന്നെ ചെന്ന് കൊച്ചുങ്ങളോട് മന്ത്രം പറയും പോലെയൊക്കെ പറഞ്ഞ് വലിയ കാര്യങ്ങളായിട്ടൊക്കെ സംസാരിക്കും. പലതും മൂടൊക്കെ വൃത്തിയാക്കിയിടും. ഒരു ചെടി പോലും, ഒരു പുല്ല് പോലും മൂട്ടിൽ പൊടിച്ചിരിക്കാതെ ശുശ്രൂഷിക്കും, വെള്ളമൊഴിക്കും, വളമിടും. ദിവസവും ഇത് ചെയ്തു വന്ന് ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ തൊട്ടാവാടി വളർന്ന് പുറത്തേക്ക് വന്നു. പെട്ടെന്ന് അദ്ദേഹം ഒരു ദിവസം മനസ്സിലാക്കി, ഇദ്ദേഹം ചെന്ന് തൊട്ടാൽ ശുണിങ്കി എന്നാണല്ലോ ഇതിന്റെ തമിഴിലെ പേര്, ചുളുങ്ങുന്നില്ല, അത് യാതൊരു തരത്തിലും ഒരു കുഴപ്പവുമില്ലാതെ ആദ്യത്തെ പോലെ നിൽക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഒരു സംശയം, എന്താ ഇതിപ്പോ ഇങ്ങനെ സംഭവിക്കാത്തത്? അവിടെ നിന്ന് താഴെ ഇറങ്ങി ആ വീട്ടിലുള്ള ഒരു കൊച്ചനെ വിളിച്ചിട്ട്, ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്, അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നീ മുകളിൽ ചെന്ന് ആ തൊട്ടാവാടിയുടെ ചുവട്ടിൽ വല്ലതും ഉണ്ടോ, വെള്ളമുണ്ടോ എന്നൊക്കെ ചെന്ന് നോക്കണം. കള്ളം പറഞ്ഞതാണ്. കാരണം ഇദ്ദേഹത്തിന്റെ ശ്രദ്ധ യവന്റെ ടച്ചിങ് കൊണ്ട് എന്ത് വരുന്നു എന്നറിയാനാണ്. അവിടെ ചെന്നിട്ട് അവൻ കുനിഞ്ഞപ്പോ ആ ശ്വാസം അടിച്ചുടനെ ആ തൊട്ടാവാടി മുഴുവനും ചുളുങ്ങിക്കഴിഞ്ഞു. മതി എന്ന് പറഞ്ഞ് തിരികെ വിളിച്ചു. രണ്ടാമത് ഇദ്ദേഹം അടുത്ത് ചെന്നപ്പോ പടപടാന്ന് എല്ലാ ദളങ്ങളും വിടർന്നു, വളരെ ഹാപ്പിയായി. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 മക്കളുണ്ട് സ്വാമി, ഒരു കുട്ടി പൊപ്പോയെങ്കിലും ആ ചെടി പട്ടുപോയ സങ്കടം എനിക്കില്ല ഇന്നും. അത്രത്തോളം ആ ചെടിയെ സ്നേഹിച്ചുകൊണ്ട് ആ ചെടിയിലുണ്ടായിരുന്ന ഭാവഭേദങ്ങൾ എങ്ങനെയാണെന്ന് രേഖപ്പെടുത്തിയത് നമ്മുടെ തൊട്ടടുത്തുള്ള വിദ്വാൻമാർ രേഖപ്പെടുത്തിയതാണിത്. അപ്പൊ അങ്ങനെ തുടങ്ങുമ്പോൾ വസുധൈവ കുടുംബകമെന്നും ഓം ശാന്തി ശാന്തി എന്നും പറയുന്നിടത്ത് ഈ പ്രപഞ്ചത്തിന് ആകമാനമുള്ള മനുഷ്യത്വത്തിന്റെയും ജീവരാശികളുടെയും ആകത്തുക ശബ്ദതരംഗ വീചികളിലൂടെ, ചിന്താതരംഗ വീചികളിലൂടെ എല്ലാറ്റിനും ലഭിക്കുന്ന ഒരു മഹാസന്ദർഭമാണ് നിങ്ങൾ ഒരുക്കിയത്.